കുണ്ടന്നൂർ സ്റ്റീൽ കമ്പനിയിലെ പണം കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. സ്റ്റീൽ കമ്പനിയിൽ സജിക്കൊപ്പം എത്തിയ വിഷ്ണുവാണ് അറസ്റ്റിലായത്. കവർച്ചയുമായി ബന്ധപ്പെട്ട 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തുവെന്നും കമ്മീഷണർ. ഒരു സുബിൻ എന്നയാളുടെ ഒരു കയ്യിലുള്ള ഒരു 81 ലക്ഷത്തിൻ്റെ പൈസ ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അതിനകത്തൊരു റോബറി കേസ് എടുത്തു. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഒരു 5 പ്രതികളുണ്ട്. കൂടാതെ ഒരു 2 വണ്ടികൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്, ഇവർ ഉപയോഗിച്ച വണ്ടികൾ. ബാക്കി കേസിൻ്റെ അന്വേഷണം തുടരുകയാണ്. നമുക്ക് ഇനി പൈസ റിക്കവറി ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവർ അവിടെ സ്ഥലത്തേക്ക് വന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് റിക്കവറി ചെയ്യാനുണ്ട്. വാളുണ്ടായിരുന്നു. അപ്പോൾ തോക്കിൻ്റെ കാര്യം നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്, എന്താണ് ആ തോക്ക് എന്നത്. സജി എന്നയാൾ ഇവിടെ കൊച്ചിയിൽ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തതാണ്. മറ്റൊരു വിഷ്ണു എന്നയാളെ തൃശ്ശൂരിൽ തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി 2 വണ്ടികൾ പുറത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടി തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മറ്റൊരെണ്ണം പുറത്തു നിന്ന് എടുത്തിട്ടുണ്ട്. കോൺസ്പിറസി ഭാഗം ഇനി വ്യക്തമായിട്ട് പുറത്തേക്ക് വരാനുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റിയ, ഈ പണം കവർന്നു എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഗൂഢാലോചന, പകൽ സമയത്ത് ഇത്രയധികം പണം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, നോട്ടിരട്ടിപ്പുമായി ബന്ധമുണ്ടോ, ഈ മുഹമ്മൂടി സംഘത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? മധു, ഈ പോലീസിന്റെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പട്ടാപ്പകൽ 3:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സ്റ്റീൽ കമ്പനിയിൽ എത്തുകയും തോക്കു ചൂണ്ടി വടിവാള് കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് 81 ലക്ഷം രൂപ തട്ടിയെടുത്തിയ സംഘം പോയത്. അതിൽ ഈ സുബിൻ എന്ന് പറയുന്ന പരാതിക്കാരൻ പണം കൈമാറാനിരുന്നത് സജി എന്ന ആൾക്കാണ്. ഈ സജി ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സജിക്കൊപ്പം പണം വാങ്ങാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന വിഷ്ണുവും ജോജുവുമായിരുന്നു മറ്റു 2 പ്രതികൾ. അതിൽ ഒരാളെയാണ് തൃശ്ശൂരിൽ നിന്ന് പോലീസ് സംഘം ഇപ്പോൾ പിടികൂടിയത്. അതോടൊപ്പം തന്നെ ഈ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർ, അവർ കാറിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഒരു വാഹനം കൂടി പോലീസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് വിഷ്ണു സഞ്ചരിച്ചൊരു വാഹനമാണ്. അങ്ങനെ 2 കാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഇനി പ്രധാനമായും സംശയിക്കുന്നത് ഈ 80 ലക്ഷം രൂപ നൽകിയാൽ 1 ലക്ഷത്തി അതായത് 3 ലക്ഷം രൂപ അധികം തിരിച്ചു നൽകാമെന്നൊരു വാഗ്ദാനമായിരുന്നു ഇവർ നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡീൽ ഇവർക്കിടയിൽ നടക്കുന്നത്? പണമിരട്ടിപ്പ് നടന്നിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടാണോ തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. എന്തായാലും 81 ലക്ഷം രൂപ മെറ്റീരിയൽസ് വാങ്ങാനാണ് സൂക്ഷിച്ചതെന്ന കടയുടമയുടെ വാദം പോലീസ് അങ്ങനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ രക്ഷപ്പെട്ടു ഓടിയ 3 പേരെ ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ നിഗമനം.